ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ. എല്ലാ വീക്കെൻഡിലും എല്ലാ ശനിയാഴ്ചകളിലും നമ്മുടെ മാൾട്ടയിൽ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് നമ്മൾ ഓരോ വീഡിയോസ് മേക്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും തൊട്ടടുത്തുള്ള ബൽസാൻ എന്ന് പറയുന്ന മാൾട്ടയിലെ ഒരു വില്ലേജിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ അവിടെ മാത്രമല്ല പോകുന്നത്, നമ്മുടെ അവിടെ നിന്ന് ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്നത്. നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ബൽസാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതിൻ്റെ ആ ഒരു വേ എന്ന് പറയുന്നത്. ഒരുപാട് തിരക്കൊന്നുമില്ലാത്ത വഴികളാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രം ഇതുണ്ടോ, പെറ്റ്സ് ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊരു വോക്കിന് പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. കറക്റ്റ് ആയിട്ടുള്ള ഒരു വോക്കിംഗ് വേ ആണ് കേട്ടോ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു രണ്ട് പേർക്ക് കറക്റ്റായിട്ട് നടന്നു പോകാൻ പറ്റുന്ന രീതിക്കുള്ളൊരു വോക്കിംഗ് വേ ആണ് ഇവിടെ സൈഡിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ കണ്ട ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ കുരിശുപള്ളി എന്ന് പറയും അല്ലേ. ഈ ബൽസാൻ പള്ളിയുടെ ഒരു കുരിശുപള്ളിയാണ് ഈ കാണുന്നത്, കുറച്ച് മാറിയായിട്ട് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് ബൽസാൻ പള്ളി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതുണ്ടോ, എല്ലാ വീടുകളിലെയും ജനലുകളുടെ ഒക്കെ ഒരു ഡിസൈൻ ഒക്കെ കണ്ടോ. നമ്മൾ വീണ്ടും ആ ഒരു ഫുട്പാത്തിൽ കൂടെ തന്നെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബൽസാൻ പള്ളി എന്ന് പറയുന്നത്. മാൾട്ടയിലെ എല്ലാ പള്ളികളും ഒരുപാട് വർഷങ്ങൾ, നൂറ്റാണ്ടുകളുടെ കഥ പറയാനുള്ള പള്ളികളാണ് കേട്ടോ മാൾട്ടയിലെ എല്ലാ പള്ളികളും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളി തന്നെയാണ് ഇതും. ഇവിടെ ഫെസ്റ്റ എന്ന് പറയും, നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ സമയത്തൊക്കെ ഈ പള്ളിയിൽ ഓപ്പൺ ആവുകയും എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഞാനും കയറിയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിനകത്തൊക്കെ കാണാനായിട്ട്. ഞാൻ അതിൻ്റെ അകത്തൊരു വ്യൂ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ട് ഇതിന് മുമ്പിലായിട്ട് ഇങ്ങനത്തെ കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെ, മാലാകമാരുടെയും ഒക്കെ സ്റ്റാച്യൂസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊരു വലിയൊരു സ്ട്രക്ചറാണ് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ചെറിയൊരു പള്ളി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പക്ഷെ എന്നാലും അതിൻ്റെ ആ ഒരു പ്രൗഢി, അതിൻ്റെ ആ ഒരു വലിപ്പം ഇന്നും അത് നഷ്ടപ്പെട്ടിട്ടില്ല. അത്രയും വലിപ്പത്തരം ബ്യൂട്ടിഫുൾ ആയിട്ട്. പക്ഷേ നല്ല വൃത്തിയാണ് കേട്ടോ. എല്ലാ സൈഡിലും നല്ല വൃത്തിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ വില്ലേജിന്റെ സെൻട്രലാണ് ഈ പള്ളി കേട്ടോ. ഇത് കണ്ടോ, ഈ സൈഡ് കണ്ടോ, ഇവിടെ എല്ലാം പാർക്കിംഗ് ഏരിയ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഒരു സെൻട്രലായിട്ടാണ് ഈ പള്ളി ഇരിക്കുന്നത്. ഈ പള്ളി ഈ ബൽസാൻ എന്ന് പറയുന്ന ഒരു വില്ലേജിന് പ്രധാനപ്പെട്ട തന്നെ ഒരു പള്ളിയാണ് കേട്ടോ. ഒറ്റ പള്ളിയേ ഉള്ളൂ ബൽസാനിൽ. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഈ ബൽസാൻ പള്ളി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഒരുപാട് വഴിവിളക്കുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വരും. രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ലൈറ്റ് ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. നൈറ്റ് ഞാൻ ഇങ്ങോട്ട് വരുന്നൊരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ലോക്ക് ഉണ്ട്. അതായത് അങ്ങ് ഉത്തരത്തിലാണ് കേട്ടോ ഈ ക്ലോക്ക്. പിന്നെ അവിടെ നമുക്ക് ആ ഒരു ബെല്ല്, ഒരു ചർച്ച് ബെല്ല് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഞാൻ ചെന്ന സമയത്ത് തന്നെ ആ ഒരു ബെല്ല് മുഴങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ അത് കേൾക്കാൻ വേണ്ടി പറ്റും കേട്ടോ വീഡിയോയിൽ. നമുക്ക് ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതാണ് ബൽസാൻ എന്ന് പറഞ്ഞ ഒരു വില്ലേജ് കേട്ടോ. ആ വില്ലേജിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ സാധനം കണ്ടോ, ഇതായത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ പഞ്ചായത്ത് കിണറൊക്കെ ഉണ്ടല്ലോ. പഞ്ചായത്ത് കിണറിൽ നിന്ന് നമ്മൾ വെള്ളം കോരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, വളരെ ചെറുപ്പത്തിൽ. അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല, എന്നാലും അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പണ്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബൽസാനിന്റെ മൊത്തം ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പള്ളി മാത്രമല്ല, പള്ളിയോട് ചേർന്ന് തന്നെ ഒരു പാർക്കും കൂടെ ഉണ്ട് കേട്ടോ. ആ പാർക്കിലേക്കാണ് നമ്മൾ ഇപ്പം പോകുന്നത്. ഇത് പള്ളിയുടെ വലതുവശമാണ്. നമ്മൾ നേരെ നോക്കുമ്പോൾ പള്ളിയിൽ നിന്നും വലതുവശമാണ്. ഇതുണ്ടോ, ഒരുപാട് ചെറിയ ചെറിയ മരങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ചെടിച്ചട്ടിക്കാൻ നിൽക്കുന്നതാണ്, പക്ഷേ അത്യാവശ്യം വലിപ്പമുള്ളൊരു മരമാണ് കേട്ടോ അത്. ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പള്ളിക്കകം എങ്ങനെയാണ്, ഈ പള്ളിയുടെ അകത്തെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, എത്ര ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ അറിയിക്കുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ ടൂറിസ്റ്റുകൾക്ക് മനസ്സിലാവാനായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അകം, എത്ര നൂറ്റാണ്ട് ഇതിൻ്റെ പഴക്കമുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഫെസ്റ്റ്, അതായത് പെരുന്നാളുകൾ വരുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതുകൊണ്ട് ഒരു മരത്തിൻ്റെ വലുപ്പമൊക്കെ കണ്ടോ. നമ്മുടെ നാട്ടിൽ ഈ ക്രിസ്മസ് ട്രീ അല്ലേ, നമ്മുടെയൊക്കെ ക്രിസ്മസ് ട്രീ ആണ് ഈ സാധനം. ഇതൊക്കെ നല്ല വെട്ടി ഒതുക്കി നല്ല റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ മരങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. കാര്യം സമ്മർ തുടങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല പച്ചപ്പും ഹരിതാപയൊക്കെയാണ്. സമ്മർ അങ്ങോട്ട് അങ്ങോട്ട് ഭയങ്കര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, എല്ലാം കുറച്ചൊന്ന് വാടാൻ വേണ്ടി തുടങ്ങും കേട്ടോ. നല്ല വലിയ മരങ്ങളൊന്നും പോകില്ല. ഇതാണ് ഞാൻ ആ പറഞ്ഞ പാർക്ക് കേട്ടോ. ഇതാണ് ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഒരു ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഒരു മെയിൻ പാർക്കും ഒരു ചിൽഡ്രൻസ് പാർക്കും കൂടെ കൂടിയ ഒരു ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പള്ളിയുടെ നേരെ പുറകിലായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിന് ഉള്ളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ഒരു മെയിൻ സ്ട്രക്ചർ ഈ പാർക്കിനകത്തെ. ഇത് കണ്ടോ, ഇത് ഒരു തടി കൊണ്ടുണ്ടാക്കിയതാണ്. തടി കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു സ്ട്രക്ചറാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാമിലീസിനൊക്കെ ചെറിയ പാർട്ടിയും ഒക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യും. അപ്പോൾ ആളുകൾ, ഒരു ഫാമിലി മുഴുവൻ ഇതിനകത്തേക്ക് വരികയും അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കുകയും ഫുഡ് പ്രിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഏത് ഏരിയ, എന്തോ ഒരു ഏരിയ നോക്കി സീറ്റ്സ് കൊടുത്തിരിക്കുന്ന ഇരിക്കാനായിട്ട്. ഇത് മാത്രമല്ല, ഇതിന്റെ പുറത്തായിട്ട് ഇതുപോലെ കുറച്ച് സീറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ചില ബസ് സ്റ്റോപ്പുകളിലൊക്കെ ഇത്രയും നല്ലൊരു സീറ്റുകൾ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഒക്കെ കണ്ടോ. രണ്ട് സൈഡിലും രണ്ട് സ്റ്റോൺ ഒക്കെ
കൊടുത്തിട്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്ന് നോക്കി അതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. ഞാനും അവിടെ ഒന്ന് അമർന്നങ്ങിരുന്നു കേട്ടോ. കുറച്ച് നേരം നല്ല ആ ഒരു പാർക്കും അതിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഞാനും കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചാടി എണീറ്റിട്ട് നമ്മളിത് തൊട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പാർക്കിന്റെ ഒരു വലതുവശത്ത് താഴത്തെ ഒരു സൈഡാണ് കേട്ടോ. നമ്മൾ ഇതുണ്ടോ ആ സ്റ്റെപ്പിന്റെ താഴത്തെ ഒരു സൈഡാണ്. ഇത് ഞാനിവിടെ കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ. എത്ര കളർ ഡിസൈനിലാണ് ആ ഒരു ചെയറൊക്കെ കൊടുത്തിരിക്കുന്നത് നോക്കൂ അല്ലേ. മഴവില്ലഴകിലാണ് ഈ ചെയർ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒക്കെ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ എന്ത് നല്ലൊരു സ്പോട്ടാണെന്നറിയോ. ഒരു ക്യാമറയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പക്ക സ്പോട്ടാണ്. ആ ഒരു ഗ്രീനറി ഒക്കെ നോക്കുക, മരങ്ങളുടെയൊക്കെ ഒരു ഭംഗി. അതിന്റെ താഴെ നമ്മൾ ഇരുന്ന് ഫോട്ടോ എടുത്താൽ അടിപൊളിയായിരിക്കും. ഒരു DSLR-ലൊക്കെ എടുത്താലുണ്ടല്ലോ ഒന്നും പറയാനില്ല. അങ്ങനത്തെ അടിപൊളി സ്ട്രക്ചറാണ് കേട്ടോ ഇത്. ഈ ചെയറുകളിലൊക്കെ ഇരിക്കാനും ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര രസമാണ് ഇവിടെ നോക്കുമ്പോൾ ഒരു വ്യൂ. ഭയങ്കര സമാധാനം. ഒരുപാട് ആളുകളൊന്നുമില്ല. സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്ക് വരുന്ന ചില സമയങ്ങളൊക്കെ നല്ല തിരക്ക് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്തോ വലിയ തിരക്ക് നമുക്കൊന്നും കാണാനില്ല. ഇതാണ് ആ ഒരു സെന്റർ. നമ്മുടെ നാട്ടിലേക്ക് 3 കവല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു 3 കവലയാണിത്. ഈ കാണുന്ന ഒരു ബാങ്ക്, ഇവിടെ ഒരു ലൊമ്പാട് ബാങ്ക് ഉണ്ട്. അതിനോട് തൊട്ട് മുമ്പിലായിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെയാണ്. അതെല്ലാം ഇന്ന് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇവിടെ അവധിയാണ് കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇത് തുറക്കാറില്ല. അതുകൊണ്ടാണ് എല്ലാം അടഞ്ഞു കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പതാകകളൊക്കെ പാറി പറക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു കാഴ്ച. അപ്പൊ നമുക്ക് അവിടെ ഒരുപാട് നിൽക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. നമുക്കിനി ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാനുണ്ട്. നമുക്ക് ഓരോരോ കാര്യങ്ങളിലേക്ക് നമുക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് വഴി സൈഡുകളിൽ ഒരുപാട് ഡിസൈൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ചെടികളാണ്. ഒരുപാട് ചെടികളൊക്കെ വെച്ച് നിറച്ച് നല്ല ഇതുണ്ടോ. ഈ ഒരു വീട് ഞാനിവിടെ കണ്ടൊരു പ്രത്യേകതയാണ്. ഇതുണ്ടോ, എല്ലായിടത്തും ചെടികളാണ്. ഈ വീടിന്റെ എല്ലായിടത്തും ചെടികളാണ്. ഈ മുമ്പിലുള്ള ആ ഒരു ചെടിയുടെ ഡിസൈനൊക്കെ നോക്കും. എല്ലാം നല്ല വെട്ടി ഒതുക്കി. അവിടെ എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അതിനകത്ത് ഇതുണ്ട് ഈ ഒരു പൂവിന്റെ ഭംഗിയൊക്കെ നോക്കിയേ. അതൊക്കെ ആ ഒരു ഗേറ്റിലേക്ക് ഇങ്ങനെ മറിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അത് നല്ല വെട്ടി വൃത്തിയാക്കി ആ ഫുട്പാത്തിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി പിക്ക് എടുക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ഒരു സംഭവം എന്നൊക്കെ. ഇതൊക്കെ എല്ലാ വീടിനും ഉള്ളത് നല്ലതാണല്ലേ, ഒരു ഭംഗി കൂടാനായിട്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ചധികം നടന്നു കേട്ടോ. നമ്മൾ കുറച്ചധികം നടന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ പോയിട്ടാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ടോ. ഈ കൊടുത്തിരിക്കുന്നത് പുതുതായിട്ട് വെച്ച പൂക്കളാണ്. അത് നമുക്ക് അത് ഇവിടുത്തെ ഗവൺമെന്റിലൊക്കെ എന്താ പറയുക, നമ്മൾ വെള്ളമൊക്കെ സപ്ലൈ ഒക്കെ കൊടുത്ത് വാട്ടർ സപ്ലൈ കൊടുത്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ അത് ബ്യൂട്ടിഫുൾ. അത് ഈ മരമൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇതെല്ലാം വാട്ടർ സപ്ലൈ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഗവൺമെന്റ് ആളുകൾ വന്ന് ഇനി വാട്ടർ സപ്ലൈ ഒക്കെ കൊടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. സമ്മറൊക്കെ കഴിഞ്ഞ് എന്താ ചൂടാന്നറിയാം ഇവിടെയൊക്കെ. അപ്പോൾ ഈ വഴി മുന്നിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തുന്നത്. നമ്മളിത് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുണ്ടോ, ഈ ചെടികളൊക്കെ കണ്ടോ, എത്ര ഭംഗിയാന്ന് നോക്കി. ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിൽ റൈറ്റ് സൈഡിലുള്ള ചെടിയും പൂക്കളും ആ ഒരു ഭംഗിയൊക്കെയാണ്. എത്ര മനോഹരമായിട്ടാണ് എല്ലാ ഏരിയയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഒരു ഭൂരിഭാഗവും ഈ ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. നമുക്ക് നേരെ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പയ്യെ നടന്ന് പോവാം. ഈ വഴിയിലൂടെ ഒരുപാട് ആളുകൾ, സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ എത്തിയ സമയത്ത് ഒരുപാട് നല്ല തിരക്കുണ്ട് കേട്ടോ. കാറൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ മുമ്പിലേക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരുപാട് സെറ്റപ്പുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വന്നിട്ട് നമുക്ക് ചെറിയ ചായയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാം. ഇതുണ്ടോ, ഈ പവി പാമ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. ഇതിനുള്ളിൽ ഒരുപാട് പച്ചക്കറികൾ ഉണ്ടാവും. വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ക്യാരറ്റ്, മുളക്, ചെറിയ വഴുതനങ്ങ, തക്കാളി. ഇതുണ്ടോ, ഈ മുളകിൻ്റെ ഒക്കെ വലിപ്പം നോക്കി. ഞാൻ നമ്മുടെ നാട്ടിൽ ഇത് കുറച്ചേ കണ്ടുള്ളൂ ഇത്രയും വലിപ്പമുള്ള മുളകുകളെ. പക്ഷെ ചിലപ്പോൾ ഇതിന് എരിവ് കുറവായിരിക്കും കേട്ടോ. ഇത്രയും വലിപ്പമുള്ള മുളകുകൾക്ക് ചിലപ്പോൾ എരിവ് കുറവായിരിക്കും. നമുക്ക് ഇതുണ്ട്, ഇതോരെയാന്ന് നോക്കിയേ, നമ്മുടെ വിവിധ നിറത്തിൽ വിവിധ ഭാവത്തിലാണ് പച്ചക്കറികൾ നിറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ കരിക്കാണ്. നമ്മുടെ നാട്ടിലെ കരിക്ക് യങ് കോക്കനട്ട് അല്ലേ. നമ്മുടെ നാട്ടിലെ കരിക്കിനെ ഈ ഒരു കോലത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അത് ഫ്രഷ് ആയിട്ട് നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റുന്ന രീതിക്ക് വെച്ചിരിക്കുകയാണ്. ആപ്പിൾ കാണാൻ പറ്റും. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരുപാട് ഓഫർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ കിടക്കുന്നത്. ഈ കോംബോ കണ്ടോ, അതൊക്കെ ഓഫർ പ്രൊഡക്ട്സ് ആണ്. ഇവിടെ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. ഇതുണ്ടോ, ഈ കാണുന്നതെല്ലാം ചെറിയ ചിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഓഫറാണ്, സ്പെഷ്യൽ ഓഫർ കൊടുത്തിരിക്കുന്ന ഏരിയകളാണ് കേട്ടോ. ഇതുണ്ടോ, ഈ പ്രോപ്പർ എന്നൊക്കെ പറയുന്ന ചിപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഓഫറിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ നമുക്കിന്ന് കഴിക്കാൻ ഇവിടുന്ന് വാങ്ങിക്കുവാണെങ്കിൽ അത് ഉപകാരമായിരിക്കും. ഞാൻ വളരെ കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ. എന്നാലും ഞാനൊരു ഉന്തുവണ്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോകാമല്ലോ. വളരെ കുറച്ച് സാധനങ്ങൾ ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോയിട്ട് ഞാൻ കുറച്ച് ചിക്കനും ഒക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മുന്നിലേക്ക് പോകാം. ഇത് ഒരുപാട് വാഷിംഗ് പ്രൊഡക്ട്സ് ഒക്കെയാണ് ഈ കാണുന്നത്.
ബോഡി ലോഷൻസ്, അങ്ങനെ ഇതുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ കൊച്ചു പിള്ളേർ നമ്മൾ ഉന്തിക്കൊണ്ട് നടക്കുന്ന വണ്ടിയില്ലേ, ആ വണ്ടിയാണിത്, ആ ഒരു ക്യാരിയറാണിത്. അതെല്ലാം ഓഫർ പ്രൈസിന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, കപ്പിൾസൊക്കെ കൊച്ചു പിള്ളേരൊക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെ വാങ്ങിക്കുക. ഈ കാണുന്നതൊക്കെ ജാമ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഏരിയയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. വളരെ കുറച്ച് സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മുമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലിൻ്റെ ഒരു ഗ്ലേസ് നമ്മളിങ്ങനെ അടിച്ചാണ് നമ്മളിങ്ങനെ വരുന്നത്. ഇതാ നമ്മൾ വീണ്ടും തിരിച്ചു പോകാനായിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ വലിയ തിരക്കൊന്നുമില്ല. ഇന്നെന്തോ ഒരുപാട് ഏരിയകളിൽ വലിയ തിരക്ക് കാണുന്നില്ല. ഇത് കണ്ടോ, ഈ ഒരു ടെക്നോ പാർക്ക് 2 എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് വേണം പോകാൻ. നമ്മൾ താമസിക്കുന്ന ഏരിയയിലേക്ക് പോകണമെങ്കിൽ, നമ്മൾ ബൽസാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വന്നില്ല, ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണം. ഇതാ നമ്മൾ താമസിക്കുന്ന ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ട് ഞാൻ വാങ്ങിച്ച ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്നത്തെ കാര്യങ്ങളിൽ എല്ലാം നമ്മുടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പം ഞാൻ നേരെ പോയിട്ട് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.